അങ്ങനെ രാവിലെ നമ്മളെ കളഞ്ഞ് ടോട്ടോ കയറിപ്പോയി അയ്യപ്പായെ വിളിക്കാനായിട്ട് പോകണേ. നമ്മൾ തേടിയ വള്ളി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴേ വന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കൈയോടെ തന്നെ ഷിലുവിനെയൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചേച്ചിയോടൊക്കെ സൊറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ഷിലു മൂശാട്ടായിട്ട് പിന്നെ അയാളെ ഇപ്പോൾ ഇങ്ങനെ എടുക്കണം. അപ്പോൾ അയാൾക്ക് ഇച്ചിരി ആശ്വാസമൊക്കെയാണ്, ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം, ഒരു കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ആരും അനുകരിക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കൊച്ചച്ഛന് നമ്മുടെ ഷിലുവിനെ കിട്ടിയപ്പോൾ ഉള്ള സ്നേഹപ്രകടനമാണ്. കൊച്ചനെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്, പക്ഷേ അയാൾ കൂസാതായപ്പോഴത്തേക്കിനും പിന്നെ അയാളുടെ രീതിക്ക് തന്നെ കൊച്ചച്ഛൻ മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു. കുറേ ഉമ്മ വെച്ച് കരയിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. എവിടെ നമ്മുടെ ഷിലുവിനെ ഏതാണ്ട് കുലുക്കമുണ്ടോ. നമ്മുടെ അയ്യപ്പായാന്നേ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ കിടന്നുകൊണ്ട് ഷിലുവിനെയും കൊണ്ട് ഭയങ്കര കളിയാണ്. അവസാനം ചെറുക്കനെ അമക്കി വെക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനെ എന്തു വന്നാലും മയക്കി എടുത്തിട്ടായിരുന്നു. ചെറുക്കൻ കരഞ്ഞതൊന്നുമില്ലായിരുന്നു. നമ്മളാന്നേ കുറച്ച് പുഴമീനും ഒക്കെ ആയിട്ടായിരുന്നു പോയത്. അമ്മ അത് നന്നാക്കിയിട്ട് വറക്കാനല്ലേ എടുക്കുന്നുണ്ടായിരുന്നു. കയ്യോടെ തന്നെ ഞാൻ പിന്നെ അങ്ങ് പാചകത്തിന് ഏറിയെല്ലാം വറുത്ത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വറക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ട്രിപ്പും വറുത്തെല്ലാം ആയപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും ചോറുണ്ണാനായിട്ടിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ അവിടെ മത്തി പച്ചയരച്ചതും പിന്നെ മീൻ വറുത്തതും കൂടെ കൂട്ടിയിട്ട് കഴിച്ച രസം ഉണ്ടായിരുന്നു. അത് ചേട്ടൻ കഴിക്കാത്തതുകൊണ്ട് എടുത്തില്ല. ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞുപുഴുവിനെ അരമണിക്കൂർ കൊണ്ട് നടന്നിട്ട് ഞാൻ ഉറക്കിയതാണ് കേട്ടോ. എൻ്റെ കഷ്ടപ്പാടിനൊന്നൊരു വില ഇല്ലയോടെ. കടത്തിയപ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റിട്ടും ഉണ്ടായിരുന്നു. അമ്മയോട് ഒരു ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാനിറങ്ങി. ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ്. അമ്പലത്തിൽ എന്തോ പണികളൊക്കെ നടക്കുവാണ്. പിന്നെ മുമ്പോട്ട് വരുംതോറും മഴ പെയ്ത് പൊടിയായിട്ട് പെയ്ത് നമ്മുടെ ചാരുമുട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്കിനും മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ താമരക്കുളം ജംഗ്ഷനിലെത്തിയപ്പോൾ നല്ല വൃത്തിക്ക് മഴയായിരുന്നു. പിന്നെ ആ ചാറ്റമഴയോടുകൂടി നമ്മളും വന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ട്. ഓക്കെ ബൈ.